ഇത്ത പറ ഇത്ത എന്തായാലും പറഞ്ഞോ ഇവരൊക്കെ കാത്തിരിക്കോ നിങ്ങളുടെ റൊമാൻസിന് വേണ്ടിട്ട് ക്യാമറയിലുള്ള പറഞ്ഞോ എല്ലെന്നും തല്ലണതും അടിക്കണതല്ല ആൾക്കാർക്ക് അതെ അത് മാറ്റി പിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു പേര് പറയലേന് സൈക്കോളജിക്കൽ സാധനമാണ് ഇപ്പൊ നടന്നത്. അതെ നിങ്ങള് എല്ലാ ആൾക്കാര് കാണുമ്പോ എന്താ പറയാ ഒരു സംശയ രോഗി പിന്നെ ഒരു കള്ളുകൂടിയൻ എന്തിനാണ് ഇതൊക്കെ ആ ചീത്തപ്പേര് നമ്മളെ പറ്റിയുള്ള കാഴ്ചപ്പാട് അങ്ങനെ മാറ്റാനാണ് അതാണ് നോട്ട് പോയിന്റ് ഇപ്പൊ നിനക്ക് കിട്ടിയ അവസരമാണ്. വേഗം പറഞ്ഞോ. നിന്നെ പറ്റിയ ആൾക്കാർ വിചാരിച്ചിട്ട് ഭയങ്കര ദുഷ്ടയാണ് ക്രൂരാണെന്നാണ് ഭർത്താവിനെ തല്ലുന്നത്. ഇപ്പൊ നിനക്ക് അതിനെ പറ്റിയ അവസര അതൊക്കെ മാറ്റാം. ഇത് ലാസ്റ്റ് അവസരമാ. അതെ വേഗം പറഞ്ഞോ. എന്റെ പൊന്നാണ് പോരെ മറ്റേ മുഖം ബ്ലഷ് ചെയ്തിരിക്കുന്നു. സന്തോഷായോ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവള് ഞാൻ ഇവിടെ അങ്ങനെ കെടുക്കുമ്പോ ഇവള് എപ്പോഴും പറയണത്. ലവ് മാരേജ് ആയിരുന്നു നിങ്ങൾ? അല്ലല്ല അല്ല അറേഞ്ച് മാരേജ്. പെട്ടതാ പെട്ടെന്നാ? പെട്ടതാ ആര് പെടുത്തിയേ? ഞാൻ പോയി പെട്ടു. കേട്ടോ ഇപ്പൊ പറഞ്ഞോളൂ ഇത്രയും വയസ്സായിരുന്നു ഈ സമയത്താണ് ഈ കാര്യം പറയുന്നത്. നേരത്തെ പറഞ്ഞ ഇത്ര രക്ഷപ്പെട്ടേനെ അല്ലേ? വേറെ ആരെങ്കിലും നല്ല കോടീശ്വരനെ കെട്ടി പോയാൽ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലേ? അങ്ങനെയൊന്നും വേണ്ട. അങ്ങനെയൊന്നും വേണ്ട, ഇക്ക തന്നെ മതി അല്ലേ? എന്താ പറയാ ഏതോ ഒരു കോടീശ്വരൻ രക്ഷപ്പെട്ടു. ഏതോ ഒരു കോടീശ്വരൻ രക്ഷപ്പെട്ടു. ആ ഏതോ ഹതഭാഗ്യനായിട്ടുള്ള കോടീശ്വരൻ എന്നല്ലേ പറഞ്ഞേ? രക്ഷപ്പെട്ടു അത്രേ പറയാനുള്ളൂ. യൂട്യൂബ് വീഡിയോസേ ക്യാമറ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ്? നമ്മുടെ മൊബൈലിൽ എടുക്കണ അത്രേ ഉള്ളൂ. അല്ല ക്യാമറ പിടിച്ചു തരുന്നതൊക്കെ ആരാ? മോൻ അല്ലെങ്കിൽ മോള് ആരുമില്ല. അവര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്? അവരൊന്നും ചെയ്യില്ല. നിങ്ങൾ സ്വന്തം ഡയറക്ഷനും ക്യാമറ എഡിറ്റിങ്ങും എല്ലാം നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യുന്ന ആരാ? ഓൾറെഡി പറയുന്ന സമയമില്ല. എഡിറ്റ് ചെയ്യാനുള്ളത് ഞങ്ങളുടെ വീഡിയോ ഒന്നുമില്ല. വെറുതെ അതിലൊന്ന് വെറുതെ ഒരു മ്യൂസിക് ആഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ എന്തിട്ടേലും ഇപ്പൊ നമ്മള് വോയിസ് ഓവർ കൊടുക്കണേ അതൊന്ന് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്ത് ഇതാക്കണത് അത്രേ ഉള്ളൂ. സംഭവം നല്ല എഡിറ്റിംഗ്. ആൾക്കാർ വിചാരിക്കും എഡിറ്റിംഗ് ഇത്ര സിമ്പിൾ ആയിരുന്നു. അതങ്ങനെ പറയുന്നേ നമുക്ക് തോന്നും ഭയങ്കര എഡിറ്റ് ചെയ്യണം അതിന് ഇതിനൊക്കെ പറയാം. എനിക്ക് തോന്നിയിട്ടാ വലിയ സംഭവമായിട്ട്. ഇപ്പന്നെ എടുത്തിട്ട് ഇപ്പന്നെ ആളുകൾ ചെയ്ത് അപ്പന്നെ ഇടുന്ന കാണാം. ചെയ്യാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ നമ്മൾ ചിലപ്പോ അപ്പന്റെ സൗണ്ട് അതിൽ തന്നെ പറഞ്ഞ പോലാവും. ചിലപ്പോ റെക്കോർഡ് ചെയ്യില്ല, ചിലപ്പോ നല്ല സൗണ്ട് ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കും. അപ്പം അൺകട്ട് ആയിട്ടുള്ള വീഡിയോസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. കട്ട് ചെയ്യാത്ത ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ മൊത്തം ഇങ്ങനെ എടുത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ എടുത്ത് അപ്പൊ അത് ഒരുമിച്ചാക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചെറുതായിട്ടൊന്നും നമ്മളൊന്ന് ഇതാക്കേണ്ടി വരും, കട്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. കുറെ എടുത്ത് അതിൽ നിന്ന് എടുത്തെടുത്ത് അങ്ങനെ കൊണ്ടുവരുന്നില്ല. ഒരു ഡയലോഗ് പറയണത് അപ്പൊ അതിനെടുത്ത് അത് മതി, പിന്നെ രണ്ടാമത് അങ്ങോട്ട് പോവാറില്ല. ചില വീഡിയോസ് ഇപ്പൊ വേറെ ആൾക്കാർ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളത് വേറെ രീതിയിൽ ഇടുന്നുണ്ട്. അപ്പം കമന്റ് സെക്ഷനിൽ ഇത് കോപ്പി എന്നുള്ള രീതിയിൽ വരാറുണ്ട്. എനിക്കങ്ങനെ കുറവാ. ഞാൻ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ 2 കൊല്ലം 3 കൊല്ലം മുമ്പ് ചെയ്താണ് ഇപ്പൊ എല്ലാവരും പുതിയതായിട്ട് ചെയ്യുന്നത്. അതന്നെ എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അവരുടെ ശബ്ദമാണെന്ന് മാത്രം. അത്രയും മുമ്പ് ചെയ്തുള്ളവർക്ക് ഇപ്പൊ വരുന്നത് ഇപ്പൊ അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യുക, അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പൊ ഇവിടെ ഇടയ്ക്ക് പറയും നമ്മൾ ഞങ്ങള് 2-3 കൊല്ലം ടിക്ടോക്കിൽ ഉള്ളപ്പോ സമയത്ത് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ ഇപ്പൊ വേറെ ആയിട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ അതിലത്തെ ഒരു പഴയത് ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യപ്പോ കോപ്പി കോപ്പിയാ. ഇത് ആദ്യം ചെയ്തിട്ടുള്ള 3 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ഞങ്ങളാ. പക്ഷെ ഇപ്പൊ ചെയ്തിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നോക്കുമ്പോ ഇത് ഞങ്ങളുടെ കോപ്പി വന്നു. അപ്പൊ അതിന്റെ അടിയിൽ തന്നെ മറ്റൊരു പറഞ്ഞിട്ട് ഇത് പഴയത് വീഡിയോ വരാന്നിട്ട് എഴുതുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ കമന്റ്സിൽ ഇങ്ങനെ ചീത്തവിളിയൊക്കെ കേൾക്കാറുണ്ടോ? ഇല്ല, എല്ലാം പോസിറ്റീവ് കമന്റ്സുകളൊക്കെയാണ്. ഞാൻ കണ്ടത് നെഗറ്റീവിലോ കണ്ടത് കോപ്പി ആണെന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോ എന്താ ഫ്യൂച്ചർ പരിപാടി? ഈ റീൽസ് ടിക്ടോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ
കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണോ? അല്ല ഇത് ഇങ്ങനെ ഒരു ഇതായിട്ട് കൊണ്ടുപോകണം അത്ര തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇല്ല വേറൊന്നും മീൻസ് എന്തെങ്കിലും അച്ചീവ് ചെയ്യണത് അല്ലെങ്കിൽ യാത്രകൾ പോകാനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ സ്വന്തമായിട്ടൊരു വീട് മേടിക്കാം, അതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണ്. അത് മാത്രമാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. വേറെ യാത്ര അങ്ങനെയൊന്നും യാത്രകളൊന്നും പോകാൻ ഇഷ്ടമല്ല. എങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാ? പോണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ പോയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം പറയാൻ ഏതായിരിക്കും? അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ല സ്ഥലങ്ങൾ പറയാനായിട്ട്. ഇവർക്ക് ആഗ്രഹം യാത്ര ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാ. എനിക്ക് കുറെ അങ്ങനെ യാത്ര ചെയ്യാൻ അത്ര അധികം യാത്ര ചെയ്യണില്ലെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലൊക്കെ അങ്ങനെ അടുത്തേക്ക് പോയാലും മതി. കുറെ ദൂരമുള്ള സ്ഥലത്തേക്ക് ഒന്നും പോകണമെന്നും നമുക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ഏതെങ്കിലും സ്ഥലം എവിടേക്കെങ്കിലും പോയാൽ നമുക്ക് ഒരുമിച്ച് കുട്ടികളും നമ്മളെല്ലാരും കൂടി എവിടേക്കെങ്കിലും പോവാ. ഉദ്ദേശിക്കുന്നത് മൂന്നാർ, ഊട്ടി അങ്ങനെയൊക്കെ പോവില്ലേ, അങ്ങനെ ഒരു ടൂറാണ് അത് നല്ലല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് എവിടെയെങ്കിലും പോയാൽ മതി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചോദിച്ചപ്പോ വേറെ വലിയ സ്ഥലങ്ങളൊക്കെ ഞാനും വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളത് എവിടെയാണ്? എനിക്ക് യാത്രകൾ ഇഷ്ടമില്ല. യാത്ര ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ആളാ. എവിടെയും പോകില്ല. വല്ലപ്പോഴൊക്കെ ട്രിപ്പ് കൊണ്ടുപോക്കാം. എന്തുവാ ഇത് കൊണ്ടുപോവാ? ഇത് എല്ലാരും കണ്ടോണ്ടിരിക്കുക. ഒരു ദിവസം നിങ്ങളൊക്കെ ഒരു ട്രിപ്പ് അടിക്കുക എവിടെയെങ്കിലും. ആയിക്കോട്ടെ. അപ്പം എന്തിരുന്നാലും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ, നന്നായി വരട്ടെ. താങ്ക് യു സോ മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.